നമ്മുടെ ഇന്ത്യയുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീര നേതാക്കന്മാർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം, അവർ ആഗ്രഹിച്ച ഒരു ഇന്ത്യ, അതാണോ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ളത്? ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. നമുക്കറിയാം, ഈ അടുത്ത് വരുന്ന ഓരോ വാർത്തകൾ ഹൃദയം നുറുങ്ങുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ആ തരത്തിലുള്ള വാർത്തകൾ. നമുക്കറിയാലോ, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ജാതി മത വിഭജനം. അവർ ആഗ്രഹിച്ച ഇന്ത്യ എങ്ങനെയായിരുന്നു? ജാതി മത ഭേദമന്യേ തുല്യതയുള്ള ഒരു ഇന്ത്യ. പക്ഷേ ഇന്നിപ്പോൾ എങ്ങനെയാണ്? അതും ഈ 2025 ആയിട്ട് കൂടി ഇന്നും മതജാതി വിഭജനം ഇന്നും ഇവിടെ നിൽക്കുന്നത് വളരെ വേദനാജനകമായ ഒന്നാണ്. അത് ഏറ്റവും ഉദാഹരണമാണല്ലോ ഈ അടുത്ത് നടന്ന കന്യാസ്ത്രീമാരുടെ വ്യാജ കേസ്. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഇത്. നമ്മുടെ ഇന്ത്യ ഇങ്ങനെ തന്നെയാണോ? ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൈപ്പേറിയ ഒരു സത്യം തന്നെയാണിത്. ഇന്ത്യക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ, ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യം. അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയാണോ നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുള്ളത്? എന്നാൽ ഈ ജനാധിപത്യ രാജ്യമെന്ന് വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. ചെറിയ രീതിയിൽ ഒരു ഏകാധിപത്യ രാജ്യമായി മാറുന്നുണ്ടോ എന്നൊരു പരസ്യമായ രഹസ്യം നമ്മുടെ ഇടയിലുമുണ്ട്. ഇത്രയൊക്കെ ചെയ്തികൾ നടക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അന്യം നിന്ന് പോകാത്ത മനുഷ്യത്വമാണ്. മനുഷ്യത്തിൽ നിന്ന് പോകാത്ത നമ്മുടെ ആളുകൾ, അവർ തന്നെയാണ് ഭാവിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്നതും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചില നേട്ടങ്ങൾ, അത് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ അഭിമാനമുളവാക്കുന്നത് തന്നെയാണ്. ബഹിരാകാശത്തെ നിലയുറപ്പിക്കലും കായിക കാര്യങ്ങളിലെ നേട്ടങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റൽ യുഗത്തിലെ നമ്മുടെ കുതിപ്പും എല്ലാം ഇന്ത്യക്ക് ഒരു തരത്തിൽ അഭിമാനമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സ്വജീവൻ കാഴ്ചവെച്ച് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ധീര ജവാന്മാരും അവരെയും ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് യുവജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സത്യങ്ങൾ പറയാൻ മടിക്കരുത്. അതുപോലെ തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും അങ്ങനെയൊക്കെ ചെയ്തും ചെറിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനാകും എന്ന ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ഈ ദിവസം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം മാത്രം നുകരാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും ജാഗ്രത പുലർത്തി അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയും നമുക്കുണ്ടാകണം. മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, ഭാരതമെന്ന് കേട്ടാൽ നമുക്ക് അഭിമാനം തോന്നണമെന്ന്. ആ അഭിമാനം ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും. നന്ദി.